ഒരു പ്രാവശ്യം റദ്ദ് ചെയ്താ വിസ പിന്നെ രണ്ടാമതും കിട്ടൂലേ? എന്താ നിനക്ക് പോണോ? എപ്പോഴാ മോളുടെ കാതുകുത്ത്? അച്ഛൻ ദിവസം നോക്കിയോ? നല്ല ദിവസം നോക്കാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആവുമ്പോ സൗകര്യമായിട്ട് കാതുകുത്താലോ. അതേതായാലും വേണ്ട. നല്ല ദിവസമായാലും ചീത്ത ദിവസമായാലും കാതുകുത്ത് ഇവിടെ വെച്ച് മതി. ഇവിടത്തെ തട്ടാനേ വരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രായമുള്ള ആളാ. ഇനി അങ്ങോട്ട് കെട്ടിയെടുക്കൊന്നും വേണ്ട, ഇവിടെ മതി. ഓ ഓ ഓ ഓ മോളുടെ കാതുകുത്തിന് വരാൻ നിന്റെ അച്ഛനമ്മയ്ക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കാതുകുത്തിന് അവിടെയായിരുന്നു സൗകര്യം. അത് വേണ്ട, ഇതല്ലേ നമ്മുടെ വീട്, ഇവിടെ വെച്ച് മതി. കാതുകുത്തുമ്പോ മോള് ചെറുതായി കരയും. അത് ഈ ചൂരുകളൊക്കെ കേൾക്കണം. വേണമെങ്കിൽ നമുക്ക് നിന്റെ കാത് ഒന്നുകൂടി കുത്താം. ഓരോ 15 പവന്റെ കമ്മല് വാങ്ങിയിടാലോ. എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെ? ജയിലിൽ പോയാൽ എനിക്ക് വിഷമമില്ലെന്നാ വിചാരിച്ചേ? വിസ പോയെങ്കിൽ പോട്ടെ, ഇനി പോണ്ട. ചേട്ടൻ പറഞ്ഞല്ലോ നമുക്കൊരു ലോറി വാങ്ങാം. ആ വാങ്ങാം. ലോറി ആവുമ്പോ ഓടിക്കാൻ ഞാൻ തന്നെ മതിയല്ലോ. അവിടെ ചേരുന്നത് അത് തന്നെയല്ലേ? അവിടെ ഡ്രൈവറായിരുന്നു. അതായിരുന്നു പിന്നെ ഒരു അന്തസ്സുണ്ടായിരുന്നു. ആ പാപ്പിയോ എവിടെയായിരുന്നോ 2 ദിവസമായിട്ട്? നീലേശ്വരത്തെ ആളില്ലാത്തൊരു പശു വന്നു പെട്ടെന്ന് പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോ നമ്മുടെ അല്ല, ഒരു പുള്ളി പശു. അതുകൊണ്ടൊന്നും കാര്യമില്ലടോ പാപ്പി. ഞാൻ പറയട്ടെ, താൻ ആ പശുവിന്റെ നാളും പേരും പറഞ്ഞ് പണിക്കരെ കൊണ്ടൊരു കബഡി വയ്പ്പിക്കുക. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ഒന്ന് ഉറഞ്ഞു കിട്ടിയാ മതി. പശു എവിടെ ഉണ്ടെന്ന് ഭഗവതി പറയും. ഏറിപ്പോയാ പാപ്പിക്ക് ഒരു 15 രൂപ ചെലവ് വരും. നമ്മുടെ പവിത്രനല്ലേ അത്? അതെ. അവനെന്താ ഭാസ്കരന്റെ കടയുടെ മുമ്പില്? എന്തേ എന്താ വേണ്ടിയേ? ആ തട്ടാം ഭാസ്കരനെ കണ്ടോ? ഓന്ന് കട പറഞ്ഞില്ല, ടൗണിൽ പോയിട്ടുണ്ടാവും. ആ ഭാസ്കരൻ അതാ വരണേ. ഭാസ്കരനെ അതാ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കത്തിക്കുത്ത് ഉറപ്പാ. ഇന്ന് ചോര തെറിക്കും. എന്റെ ഭഗവതി. നമ്മൾ ഇടപെടണോ? ഇപ്പൊ ഇടപെടണ്ട. ഭാര്യമാർക്ക് പഴയ ലോഹിക്കാരുണ്ടായാൽ ഇതല്ല, ഇതിനപ്പുറം നടക്കും. ശരിയാണ്. അതുകൊണ്ടല്ല, എനിക്ക് അത്യാവശ്യം തീർത്തു കൊടുക്കേണ്ട ഒരുപാട് ജോലികളുണ്ട്. കാറുണ്ട്, ഇതിൽ തന്നെ തിരിച്ചുകൊണ്ട് വിടാം. കുഞ്ഞിന്റെ കാതുകുത്തിന് ഇതിനേക്കാൾ നല്ല സമയം അടുത്തൊന്നുമില്ല. ഏൽപ്പിച്ചിരുന്ന് തട്ടാൻ സുഖമില്ലാതെ വന്നുകൊണ്ടായി പ്രശ്നം മുഴുവൻ ഉണ്ടായത്. സമയം തെറ്റുന്നില്ല, എനിക്ക് വിഷമമുണ്ട്. ഭാസ്കർ ഈ കാര്യത്തിൽ എന്നെ സഹായിച്ചേ പറ്റൂ, പ്ലീസ്. ശരി, ഒരു കുഞ്ഞിന്റെ പ്രശ്നമായി പോയില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ തട്ടാന്മാരെയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു പ്രശ്നമില്ല. വാ ഭാസ്കരൻ, വണ്ടി കയറ്. വാന്ന് കയറ്. പിടിച്ചോണ്ട് പോയി, ഇനി രക്ഷയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള റബ്ബ്. എന്താണ് വെളിച്ചപ്പാട് ഒരു മാർഗം? ഭഗവതിക്ക് ഒരു പൂജ. പൂജയൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ പോയി ഹാജിയാരോട് വിവരം പറയാം. അതാണ് നല്ലത്. വരി, ഒന്ന് ശ്രദ്ധിക്കണേ. ഓരോരോ വലിയും വേണ്ടി ഒരു പീടികയിൽ നിൽക്കാൻ നേരല്ല. അള്ളന്റെ വെളിച്ചപ്പാട് നിക്കി. ചോദിക്കാതെ പുര കയറിയാൽ ആദ്യം നമ്മളെ കാച്ചിക്കാളൂ. എന്റെ ഭഗവതി, ഒരു അത്യാവശ്യ കാര്യം പറയാനല്ലേ. നമ്മളെന്താ കൽമയത്താത്തനോട് വിഴുങ്ങോ? ഈ കാര്യത്തിൽ പേടിക്കാനില്ല. വിളിക്ക വിളിച്ചപ്പാടെ. ഹാജരേ അജാർ അജയരേ, ഹാജരേ അജാർ അജയരേ, ഹാജരേ. അജാർ. അജയരേ. ഓരിവിടെ ഇല്ല, എല്ലാരും വേഗം പൊക്കോളി. അള്ളന്റെ മോനെ പാപ്പിയെ ഓടിക്കോ. പറഞ്ഞു ശരിയാ, വിട്ടോ വിട്ടോ. കൊണ്ടായിരുന്നു മോനെ. അജയരേ, ഒന്ന് നിക്കണേ, ഒരു കാര്യം പറയട്ടെ. സംഗതിയൊക്കെ കഴിഞ്ഞ അജയരേ. തട്ടാൻ ഭാസ്കരൻ കാറില് കാറില് ഭാസ്കരൻ. ഇല്ലാത്ത സമയത്ത് ഭാസ്കരനെ അയലില്ലാത്ത സമയത്ത് പെരയിൽ വെക്കാതെ.
വരൂ. ഇരിക്കൂ. ഇതെന്റെ ഭാര്യയുടെ അച്ഛനാ, അറിയാലോ? നന്നായി അറിയാം. ഞാൻ അയൽപക്കത്തെ തട്ടാനല്ലേ. മുഹൂർത്തം തെറ്റാതെ പെട്ടെന്ന് തുടങ്ങാം. എനിക്കും വേഗം പോവാലോ. ശരി. സൂചിക്ക് തുരുമ്പൊന്നും കാണില്ലല്ലോ. സ്വർണത്തിനും തട്ടാനും എവിടുന്നാ പണിക്കരെ തുരുമ്പ് പിടിക്കുക? ചില മനുഷ്യന്മാർക്ക് തുരുമ്പ് പിടിക്കും, പക്ഷേ സ്വർണത്തിന് തുരുമ്പ് പിടിക്കില്ല. വിഡ്ഢിത്തം പറയാതിരിക്കൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കുഞ്ഞിന് ഞാൻ തരില്ല. അയാൾ കാത് കുത്തണ്ട. ഡേയ്, എന്നെ വെറുതെ ദേഷ്യം പിടിക്കരുത്. സമയം തെറ്റും. പഞ്ചാംഗം നോക്കിയാ ഇനിയും നല്ല നാള് കാണില്ലേ പവിത്ര? നിനക്ക് ഇവനല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ലേ പവിത്ര? അയാൾക്ക് എന്താ ഒരു കുഴപ്പം? ഇനി ആരും ഒന്നും പറയണ്ട. ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാ. എടീ, കുഞ്ഞിനെ കൊണ്ട് അപ്പുറത്തേക്ക് വാ. എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഓ. ആ. കുഞ്ഞിനെ മടിയിൽ വെച്ച് ഇവിടെ ഇരുന്നോളൂ. ആ. ആ, കുഞ്ഞിനെ ചന്ദനം തൊടുവിക്കണം. ഓ. കുഞ്ഞിനെ തടി. എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ കുഞ്ഞിനെ തരില്ല. ഈ തട്ടാൻ എന്റെ മോളുടെ കാത് കുത്തണ്ട. ഇയാള് കാത് കുത്തിയിട്ട് എത്ര കുട്ടിയൊക്കെ കാത് പഴുത്തിരിക്കുന്നെന്നറിയോ? ഞാൻ സമ്മതിക്കില്ല. എന്തിനാ ഇവനെ പറയുന്നത്? ഇവന്റെ അച്ഛനല്ലേ നിന്റെ കാത് കുത്തിയത്? 10 ദിവസമോ പനിച്ചു കിടന്നത്. പരമ്പരാഗതമായിട്ട് ഐശ്വര്യമില്ലാത്ത തട്ടാമാരാ ഇവര്. മോൻ ഇവള് പറയുന്നത് കേക്ക്. കുഞ്ഞിന് എന്തെങ്കിലും വന്നാ തള്ളക്കല്ലേ കൂടുതൽ വിഷമം ഉണ്ടാവുക. ഏതായാലും വിളിച്ചുകൊണ്ടൊന്ന് സ്ഥിതിക്ക് വല്ല 5 10 കൊടുത്ത് പറഞ്ഞയക്കി. ഇതിലും നല്ല മുഹൂർത്തം ഇനിയും വരും. ഞാൻ നോക്കി പറയാം. നിങ്ങൾ എന്നെ നാറ്റിച്ചേ അടങ്ങുള്ളൂ അല്ലേ? ആരെന്ത് പറഞ്ഞാലും ശരി, ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്നത് നടക്കൂ. ഭാസ്കര, നിൽക്ക്. അവരങ്ങനെയൊക്കെ പറയും. വിവരമില്ലാത്തോണ്ടല്ലേ. ഭാസ്കരൻ വാ. വേണ്ട, സാരമില്ല. ഭാസ്കര, ഞാനല്ലേ വിളിക്കുന്നത്. അവർക്ക് വേണ്ടി ഭാസ്കരനോട് ഞാൻ മാപ്പി ചോദിക്കാം. നിങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നിങ്ങളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. ഞാൻ കാതുകുത്തുന്ന ഇഷ്ടമില്ലെങ്കിൽ അവരത് പറഞ്ഞാൽ മതിയായിരുന്നു. അവര് പറഞ്ഞതൊക്കെ നുണയാ. ഞാൻ കാതുകുത്തിയിട്ട് ഇന്ന് വരെ ഒരു കുഞ്ഞിന്റെയും കാത് പഴുത്തിട്ടില്ല. കുഞ്ഞുങ്ങളുടെ കാതിൽ സൂചി കൊണ്ട് കുത്തുമ്പോ വേദനിക്കുന്നത് തട്ടാന്റെ നെഞ്ചില. ചോര പൊടിയുന്നത് അവന്റെ മനസ്സിലാ. അതവർക്കറിയില്ല. ഇതെന്താ ഒരുക്കുന്നത്? എന്റെ മനസ്സ്. ടീച്ചർ എന്താ വന്നത്? അല്ല, എന്റെ ഈ കാതിന് ഭയങ്കര വേദന. വേദന വന്നാൽ പിന്നെ കമ്മലിട്ട സ്ഥലത്ത് നീര് വരും. അതിനു മുമ്പ് ഇതൊന്ന് അഴിച്ചെടുക്കാന്ന് വെച്ചപ്പോ തൊടാൻ വയ്യ. ഇതൊന്ന് അഴിച്ചു തരുമോ? അങ്ങനെ നീരൊന്നും ആയിട്ടില്ല. നേരത്തെ ഇടുമ്പോ പിരി തെറ്റിട്ടുണ്ടാവും. ഇനി എന്താ വേണ്ടേ? അല്ല, ഇനിയിപ്പോ വേദന മാറാതെ ഈ കമ്മലിടാൻ പറ്റില്ല. ചെറുപ്പത്തിൽ കമ്മലില്ലാത്തപ്പോ അമ്മ തുളസിക്കമ്പ് പൊട്ടിച്ച് കാതിലിട്ട് തരാറുണ്ട്. അതാ ഇതിനേക്കാൾ നല്ലതെന്ന് തോന്നുന്നു. പിന്നെ തുളസി മരുന്നല്ലേ ടീച്ചറെ? അതെ, ഏതായാലും കുറെ നാളത്തേക്ക് ഇതിടാൻ പറ്റില്ലല്ലോ. പിന്നെന്തിനാ വെറുതെ കൈ വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇതൊന്ന് വിറ്റ് തന്നാൽ. അല്ല,
വെറുതെ വെക്കുന്നതിനേക്കാൾ ഭേദമല്ലെന്ന് വിചാരിച്ചിട്ടാ. ടീച്ചർക്ക് പണത്തിന് ആവശ്യമുണ്ടല്ലേ? എത്ര വേണ്ടി വരും? ഇതിന് എന്താ കിട്ടുമെന്ന് വെച്ചാൽ, അച്ഛൻ അസുഖം കൂടുതലാണെന്ന് എഴുത്തു വന്നിരുന്നു. പ്രഷറിന്റെയാ. നാട്ടുവൈദ്യം നിർത്തി ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം. മരുന്നിനൊക്കെ ഇപ്പോ സ്വർണത്തിനേക്കാൾ വിലയാ. ടീച്ചർക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയില്ല. താഴെ 2 അനിയന്മാരുണ്ട്. 2 ആള് സ്കൂളിൽ പഠിക്കുക. സത്യം പറഞ്ഞ എന്റെ വരുമാനം കൊണ്ടാ കുടുംബം കഴിയുന്നത്. കുട്ടികളിൽ നിന്ന് കിട്ടുന്നതിന്റെ പകുതിയോളം ഇവിടെ താമസിക്കുന്ന വീട്ടിൽ കൊടുക്കണം. ബാക്കിയൊക്കെ അങ്ങോട്ട് അയക്കും. ഞാനിതൊന്നും വാങ്ങാറില്ല. മാത്രമല്ല ടീച്ചർക്ക് ആവശ്യമുള്ള അത്ര പണമൊന്നും എൻ്റെ കയ്യിൽ കാണില്ല. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരു പെൺകുട്ടി വളരെ സന്തോഷമായിട്ട് കാതിലിട്ടിരുന്ന കമ്മലാണ്. ഇത് നമ്മൾ വാങ്ങണത് ശരിയല്ല. അവർക്ക് പണത്തിന് അത്യാവശ്യമുണ്ട് ആചാര്യ. അച്ഛന് സുഖമില്ലാത്രേ. ഇങ്ങനെയുള്ള സമയത്തൊക്കെ അല്ലേ നമ്മൾ സഹായിക്കേണ്ടത്? സഹായിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞ ഈ കമ്മല് ഞമ്മക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത്? പിടിക്ക്, പിടിക്ക്. ഇതും പിടിക്ക്. ഇത് 500 ഉറുപ്പികയുണ്ട്. ഇത് ഓക്ക് കൊണ്ട് കൊടുക്ക്. പിന്നെ ഇത് ഏത് വകയിലാണ് കൊള്ളിക്കേണ്ടത് എന്നറിയോ? കടായിട്ട് മതി. ടീച്ചർ തന്നില്ലെങ്കിൽ ഹാജിയാരുടെ കട ഞാൻ വീട്ടിക്കോളാം. അവിടെയാണ് എനക്ക് തെറ്റുപറ്റിയത്. ഇത് കട അല്ല. ഓള് ഡാൻസ് കളിക്കുന്ന മുറിയുണ്ടല്ലേ, അതിന്റെ വാടകയായിട്ട് ഓള് ഞമ്മക്ക് കുറച്ച് കാശ് തന്നിട്ടുണ്ട്. അതിന് കുറച്ച് കാശ് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെന്ന് കരുതിക്കോട്ട്. അയ്യത്താവണേന് മുമ്പ് നമ്മുടെ ബാപ്പ ആശുപത്രിയിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു. അന്ന് നമ്മൾ അനുഭവിച്ച വേദന പടച്ചോന് മാത്രമേ അറിയൂ. ചുമ്മാ നോക്കി നിൽക്കാണ്ട് അത് പെണ്ണുകൊണ്ട് കൊടുപ്പ. ടീച്ചർ കമ്മൽ കയ്യിൽ വെച്ചോളൂ. 500 രൂപയുണ്ട്. ഇനിയും വല്ല ആവശ്യം വരികയാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞേച്ചാൽ മതി. ഞാൻ ഉള്ളത് കൊടുത്തേക്കാം. ഹാജിയാരോട് കുറച്ച് കാശ് കടമായിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ആവശ്യം പറഞ്ഞപ്പോൾ ഹാജിയാർ പറഞ്ഞു കട ആക്കണ്ടെന്ന്. പലപ്പോഴായി ടീച്ചർ കൊടുത്ത വാടക തന്നെയായത്. എന്നാ സമയം കളയണ്ട. 5 മണിക്ക് മുമ്പ് അക്കരെ ചെന്നാലേ ബസ് കിട്ടും. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. ഭഗവതി, ഏട്ടന് നല്ലത് വരുത്തണേ. രക്ഷയില്ല. രുതിരം സർവഭൂഷണം ശിവം ഭസ്മതുല്യം ഏവം ക്ഷണഭങ്കുരം ഗോവേ നഹി നഹി നഹി. അല്ല, ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞൂടെ? അത് ഞാനല്ലോ മൂപ്പരല്ലേ പറയണ്ടത്. നിങ്ങൾക്ക് ഈ ഭാഷ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. രുതിരം സർവഭൂഷണം എന്ന് വെച്ചാ എന്താ? അതെന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? സർവഭൂഷണം രുതിരം അത്ര തന്നെ. അല്ല, രുതിരം സർവഭൂഷണം എന്ന് വെച്ചാ മേലാകെ രക്തം കൊണ്ട് നനഞ്ഞ് നനഞ്ഞ് ശിവം ഭസ്മതുല്യം പരമശിവന്റെ നെറ്റിയിലെ ഭസ്മത്തിന് തുല്യമായിക്കൊണ്ട് ഏവം ക്ഷണഭങ്കുരം എത്ര പെട്ടെന്ന് ഇല്ലാതായോ ഗോവേ നഹി നഹി നഹി. പശു ഈ ലോകത്ത് എവിടെയും നഹി നഹി നഹി. പല്ലി അലിച്ചു കേട്ടോ, സത്യം എന്ന് വെച്ചാ
തന്റെ പശുവിനെ ഏതോ മുട്ടാളനായ കശാപ്പുകാരൻ പിടിച്ചു കെട്ടി കൊന്ന് ഇറച്ചി വിറ്റ് എല്ല് കരിച്ച് ഭസ്മമാക്കിന്ന് സാരം. എന്നാലും രാശി ഉഗ്രന. തന്റെ കഷ്ടകാലമെല്ലാം തീരാൻ പോവാ. ഈ മേടം 15-ന് മുമ്പ് തന്റെ പശു കച്ചവടം അഭിവൃദ്ധിപ്പെടും. താൻ വലിയൊരു ഗോശാലയുടെ മേലാധികാരിയാവും. 100 കണക്കിന് പശു, 1000 ലിറ്റർ പാല്, ലോറിക്കണക്കിന് ചാണകം. പിന്നെ താൻ ആരാ? അതോടെ തന്റെ കല്യാണം നടക്കും. പിന്നെ വെച്ചടി കയറ്റമല്ലേ. ഒന്ന് പോ പണിക്കരെ, നിങ്ങളടുത്ത് കവടി തെറ്റിപ്പോയി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലം കഴിഞ്ഞു. അത് ഞാൻ മറന്നു.